ദേശീയപാത വികസനം, നഗരത്തിലെ ഗതാഗതക്കുരുക്ക് എന്നീ പ്രശ്ന പരിഹാരത്തിനായി ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർക്കണമെന്ന് താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു. വടകര താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കെ രമ MLA അധ്യക്ഷത വഹിച്ചു. ദേശീയപാത വികസനം, നഗരത്തിലെ ഗതാഗതക്കുരുക്ക്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം വിളിക്കണമെന്ന് സമിതി അംഗം P. സുരേഷ് ബാബു ഉന്നയിച്ചു. ദേശീയപാത വികസനം, മുക്കാളിക്കും ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനുമിടയിൽ സർവീസ് റോഡോ മറ്റു ബദൽ സംവിധാനമോ വേണമെന്ന് ആവശ്യമുയർന്നു. 352 മീറ്ററിലാണ് സർവീസ് റോഡോ മറ്റ് സംവിധാനമോ നിഷേധിച്ചത്. ടോൾ പ്ലാസ ഈ ഭാഗത്താണ് സ്ഥാപിക്കുന്നത്. ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സർവീസ് റോഡ് മുടക്കത്തിന് കാരണം. റോഡിന് ഇരുവശത്തുമുള്ളവയുടെ പ്രശ്നം സമിതി അംഗം പ്രദീപ് ചോമ്പാലയാണ് ഉന്നയിച്ചത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കെ രമ MLA പറഞ്ഞു. കുട്ടികളുടെ ടൈപ്പ് 1 ഡയബറ്റിക് രോഗം മൂലം പ്രശ്നം നേരിടുന്നവർക്ക് വിവിധ കാര്യങ്ങൾ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. താലൂക്കിൽ വടകര ജില്ലാ ആശുപത്രിയിൽ ഇതിന്റെ യൂണിറ്റ് അനുവദിക്കണമെന്ന് സമിതി അംഗം P. രാജൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളെ താമസ കേന്ദ്രങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കണമെന്ന് സമിതി അംഗം ബാബു ഉഞ്ചിയം ആവശ്യപ്പെട്ടു. കെ രമ MLA അധ്യക്ഷത വഹിച്ചു. P. സുരേഷ് ബാബു, P. രാജൻ, പ്രദീപ് ചോമ്പാല, ബാബു ഉഞ്ചിയം, PM മുസ്തഫ, ബിജു കായ്ക്കുടി, ബാബു പറമ്പത്ത്, ഭൂരേഖ തഹസിൽദാർ KS അഷ്റഫ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ദേശീയപാത വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് ഒരു ഭാഗത്ത് റെയിലാണ്, മറുഭാഗത്ത് ദേശീയപാത നടുവ് കിടക്കുന്നവരാണ്. എലിപ്പെട്ടി കുടുങ്ങിയ എലിയുടെ അവസ്ഥയാണ്. അവർക്ക് ഇവിടെ പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. MLA ഇടപെട്ട വിഷയമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ദേശീയപാത നടത്തുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകണം. വളരെ കണക്ഷനാകുന്നത് അത് ഏതെങ്കിലും വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യും. അതുപോലെ വാഹനത്തിൽ കൂടി നഷ്ടങ്ങളായിരിക്കും. അതായത് മാക്സിമം പരിഹരിക്കാൻ പറ്റും. കുട്ടികൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ സമയങ്ങൾ ആ പീക്ക് ടൈമിന് ഒരു ഉദ്യോഗസ്ഥരെ ഇത്തരം സ്ഥലങ്ങളിൽ എത്തിച്ചാൽ ആ ക്രോസിങ് കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കും എളുപ്പമാണ്. അപകടം കുറച്ച് പ്രശ്നമില്ലാണ്ട് ഉണ്ടാകും. മേൽപ്പാത എന്നതിൻ്റെ ഡിസ്റ്റൻസ് ഔദ്യോഗികമായി അറിഞ്ഞത് ജനപ്രതിനിധികളുള്ള അടക്കമുള്ള ആളുകളോട് പറഞ്ഞതും തീരുമാനമായതും കാര്യങ്ങൾ വലിയ ലെങ്തിലായിരുന്നു. അതിപ്പോൾ കുറഞ്ഞ് ഇപ്പം എന്താ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഏരിയയിൽ മാത്രമേ ഈ സംഭവം വരുന്നുള്ളൂ. അപ്പോൾ ആ സംഭവം വരുന്നത് നേരത്തെ അത്രയും അതിലധികം ഡിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് എങ്ങനെ കുറഞ്ഞു പോയി എന്നറിയില്ല. ഈ കുറഞ്ഞു പോയപ്പോൾ നേരത്തെ കുറയില്ല എന്ന് പറഞ്ഞ ഒരു ബോഡിയിൽ വെച്ച തീരുമാനമാണ്. അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള ബോഡിയിൽ വെച്ച തീരുമാനമാണ്. പക്ഷെ ഇപ്പം അത് ഈ രീതിയിൽ കുറഞ്ഞു പോയപ്പോൾ ആർക്കും യാതൊരു ശബ്ദവും ആ രീതിയിൽ വരുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ വെച്ചാൽ ഈ മേൽപ്പാത തിരിച്ചു വരുമ്പോഴത്തേക്ക് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തേക്ക് എത്തൂല, അതിന്റെ തൊട്ട് ഇപ്പുറത്തേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് ഭാഗവും സംഭവം രണ്ടായി തന്നെ നിൽക്കുന്ന